നമസ്കാരം. ഹോർമൂസിൽ വീണ്ടും തീപ്പൊരി. ലോകത്തിന്റെ എണ്ണക്കുഴലിൽ വീണ്ടും യുദ്ധത്തിന്റെ തീ പടരുകയാണ്. മിസൈലുകൾ പറക്കുന്നത് വെറും കടലിന് മുകളിലല്ല, ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നെഞ്ചിലേക്കാണെന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. മധ്യപൗരസ്ത്യത്തിലെ സംഘർഷം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ അമേരിക്ക ഇറാനിലെ വിവിധ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ വ്യാപകമായ വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാൻ ഈ നടപടിയെ വെടിനിർത്തൽ ധാരണയുടെ ലംഘനമായി വിശേഷിപ്പിക്കുമ്പോൾ അമേരിക്ക അതിനെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയ്ക്കായുള്ള മറുപടി എന്നാണ് ന്യായീകരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനെതിരെ അമേരിക്ക ശക്തമായ പ്രത്യാക്രമണമാണ് നടത്തിയത്. അന്താരാഷ്ട്ര ജലപാതയിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമിച്ചതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാനെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ് തിരിച്ചടികൾ ആരംഭിച്ചതെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്ക് വഴി സഞ്ചരിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് US ആക്രമണങ്ങൾ. ഇറാൻ പ്രകടിപ്പിച്ച ആക്രമണ സ്വഭാവം അനാവശ്യവും അപകടകരവുമായിരുന്നു. ഇത് വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനവുമാണ് എന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. 80-ലധികം ലക്ഷ്യങ്ങളിൽ കൃത്യമായ ബോംബാക്രമണം നടത്തിയ ശേഷം ആക്രമണം പൂർത്തിയായതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ ശൃംഖലകൾ, തീരദേശ റഡാർ സൈറ്റുകൾ, മിസൈൽ ശേഷി കൂടാതെ ഇറാനിയൻ സൈന്യത്തിന്റെ 60ഓളം ചെറിയ ബോട്ടുകൾ എന്നിവയെ ലക്ഷ്യമിട്ടെന്നും US സേന അറിയിച്ചു. ക്യുഷ് ദ്വീപ്, ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടായെന്നും ആളപായമില്ല എന്നും ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാനുമേലുള്ള എണ്ണ ഉപരോധം താൽക്കാലികമായി പിൻവലിച്ചുള്ള ഇളവ് അമേരിക്കൻ ട്രഷറി റദ്ദാക്കിയിരുന്നു. ഉപരോധം പുനഃസ്ഥാപിച്ച നടപടിയും ആക്രമണങ്ങളും കഴിഞ്ഞ മാസം ഒപ്പുവെച്ച അമേരിക്ക ഇറാൻ മെമ്മോറാണ്ടത്തിന്റെ ലംഘനമാണെന്നും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ നിന്നുള്ള എണ്ണ, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയ നടപടിയാണ് US പിൻവലിച്ചത്. ലൈസൻസ് കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഈ നീക്കം ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും US സർക്കാരിന്റെ വിശ്വാസ്യതയില്ലായ്മ തെളിയിക്കുന്ന നടപടിയാണെന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങളും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ടെഹ്റാൻ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു വരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. ഖമേനിയുടെ മൃതദേഹം നിലവിൽ ഇറാഖിലാണ്. ഇറാനിലെ ചടങ്ങുകൾക്ക് ശേഷം ചൊവ്വാഴ്ചയാണ് മൃതദേഹം ഇറാഖിലെ നജാഫ് നഗരത്തിലെത്തിച്ചത്. US ആക്രമണങ്ങളെ തുടർന്ന് ചടങ്ങുകൾക്കായി നജാഫിലെത്തിയിരുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസുഷ്കിയാൻ രാജ്യത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഹോർമൂസിൽ മുഴങ്ങുന്നത് മിസൈലുകളുടെ ശബ്ദം മാത്രമല്ല, ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളുടെ ഏറ്റുമുട്ടലിന്റെ ശബ്ദം കൂടിയാണ്. ഒരു വശത്ത് ആഗോള വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന അമേരിക്കയുടെ വാദം, മറുവശത്ത് സ്വന്തം താല്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കുകയാണെന്ന ഇറാന്റെ നിലപാട്. ഇവയുടെ മധ്യത്തിലാണ് ലോക സാമ്പത്തികവും ഊർജ്ജ സുരക്ഷയും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. യുദ്ധങ്ങൾ വെടിയൊച്ച കൊണ്ട് തുടങ്ങാം, പക്ഷെ അവയുടെ യഥാർത്ഥ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയുമാണ്. അതിനാൽ ഈ സംഘർഷത്തിന്റെ അടുത്ത അധ്യായം എഴുതപ്പെടുന്നത് യുദ്ധഭൂമിയിലോ ചർച്ചാ മേശയിലോ ആകുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.